സാർ നമസ്കാരം. നമസ്കാരം. സാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചൊരു വിഷയമായിരുന്നു അൻസിബ ഹസന്റെ കാര്യങ്ങള്. പക്ഷെ അൻസിബ ഹസൻ ഇപ്പോ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു പരാതി, അതായത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അവർ കൃത്യമായിട്ടും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അവരെ ജിഹാദി എന്ന് വിളിച്ചു. അത്തരത്തില് ക്യാൻ മീഡിയ ഓണർക്കെതിരെ ഉൾപ്പെടെയാണ് പരാതി പോയിരിക്കുന്നത്. ക്യാൻ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അൻസിബ ഹസനെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ ക്യാരക്ടറെ ഏറ്റവും ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പരാതി അവര് മദ്യപിക്കുന്നയാളാണ്. പിന്നെ അവരുടെ റൂമിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നൊക്കെ 3 ദിവസം ഒരു ആളുടെ കൂടെ, പുരുഷ സുഹൃത്തിന്റെ കൂടെ പിടിച്ചു. അതിന്റെ CCTV വിഷ്വൽസ് ഉണ്ട്. അത്തരം മോശമായിട്ട് നിൽക്കുന്ന ബാറിൽ പോയ കാര്യങ്ങൾ അതൊക്കെ പിന്നെ മറ്റൊരു തലത്തിൽ എടുക്കാമെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ മുറിയിൽ സ്ഥിരമായിട്ട് 4 മണിക്ക് ഇന്നയാളെ കാണുന്നു. പല ഹോട്ടലുകളിൽ വെച്ചിട്ട്, പല ഹോട്ടലുകളിലും അവര് പേരെടുത്ത് പറയുന്നുണ്ട്. സാവിത്രി റെസ്റ്റ് ഹോമോ അങ്ങനെ ഒരു ഹോട്ടലില്, അതിനുശേഷം കന്യാകുമാരിയിൽ ഒരു ഹോട്ടലില്, അതിനൊക്കെ മുന്നേ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലില്, അവിടെയൊക്കെ രാവിലെ വരുന്നു, 3 ദിവസങ്ങളോളം ഒരുമിച്ച് താമസിക്കുന്നു, അവിടെ ഹോട്ടലുകാരെ കൈയോടെ പിടിക്കുന്നു. അത്തരത്തിലുള്ള കുറെ അലിഗേഷൻസ് ഇവർ പറയുന്നുണ്ട്. അൻസിബ അവിവാഹിതയായ 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പോ അവരുടെ നമ്മുടെ കോടതി പോലും സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളില് ഇത്തരത്തില് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു അഭിമുഖം വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ DGP പറയുന്നത് പരാതി സ്വീകരിക്കാൻ പറ്റില്ല, ഇത് ഡിഫമേഷൻ മാത്രമാണ്, അതുകൊണ്ട് കോടതിയിലേക്ക് പോകും, FIR ഇടാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അങ്ങനെ DGP തന്നെ ഇടപെട്ട് പറഞ്ഞു എന്നാണ് സിനിമാ ഫീൽഡിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റിയത്. അവിടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. അപ്പോ അവര് ബന്ധപ്പെട്ടപ്പോ അവര് പറയുന്നു ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് DGP പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. സാധാരണ ഇതുപോലത്തെ നിസ്സാരമായിട്ടുള്ള കേസുകളിലൊന്നും DGP ലെവലിലുള്ള ഉദ്യോഗസ്ഥർ ഇടപെടുന്നത് സാധാരണ കേട്ടുകേൾവി ഉള്ളതല്ല. ഇതിനകത്ത് 2-3 വിഷയം പറയാം. ഒന്ന്, ഒരു സ്ത്രീയും പുരുഷനും ഒരു റൂമിലിരുന്നോ അവരെന്തെങ്കിലും അവരുടെ സ്വകാര്യതയിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഹോട്ടലുകാർക്കോ ആർക്കും പിടിക്കാനോ മോറൽ പോലീസിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഉണ്ട്. 2, അഡൽട്സ് അവരുടെ സ്വകാര്യതയിൽ എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ക്ലിയർ ആണ് നിയമം അതിനെ സംബന്ധിച്ച്. അപ്പൊ അവിടെ അങ്ങനെ സംഭവിച്ചാൽ പോലും നിയമ ലംഘനമൊന്നും അവിടെ ഇല്ല. രണ്ടാമത്തെ വിഷയം, ഈ പറഞ്ഞു കേട്ടിട്ടുള്ള രീതിയിൽ അൻസിബ എന്ന് പറയുന്ന കുട്ടിക്കെതിരെ മറ്റേ വ്യക്തി ശ്രീമതി ലക്ഷ്മിപ്രിയ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഡിഫമേഷൻ മാത്രമല്ല അവിടെ വരുന്നത്. ഡിഫമേഷൻ മാത്രമാണെങ്കിൽ കോഗ്നൈസബിൾ ഒഫൻസ് അല്ല, നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അപ്പൊ 356 ഡിഫമേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസിന്റെ കേസ് അത് എടുക്കാൻ ഒക്കത്തില്ല, അത് കോടതിയിൽ പോകേണ്ട ഒരു ഒഫൻസ് ആണ് 356 BNS ഡിഫമേഷൻ. പക്ഷെ ഇവിടെ ഒരു പുരുഷനുമായിട്ട് ഇങ്ങനെ പിടിച്ചു എന്ന് പറയുമ്പോൾ കോഗ്നൈസബിൾ ഒഫൻസ് ആയ 79 BNS അട്രാക്റ്റഡ് ആണ്. 79 BNS എന്ന് പറയുന്നത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, അതിന് യാതൊരു സംശയവും ഇല്ല. അത് പറഞ്ഞുകൊണ്ടാണോ അൻസിബ കേസിന് പോലീസിന് പരാതിപ്പെട്ടു? അൻസിബയുടെ പരാതി എന്താണെന്ന് വായിച്ചു നോക്കാതെ നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം അൻസിബയുടെ പരാതിയിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണെന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് അവര് നാച്ചുറലി കോടതിയിൽ പോകണമെന്ന് പറയേണ്ടി വരും. മറിച്ച് BNS 79 word, gesture or act intended to insult the modesty of a woman. അതിനകത്ത് whoever utters any words, makes any sound or gesture or exhibits any object in any form intending that such word or sound shall be heard, or that such gesture or object shall be seen by such woman,
or intrudes upon the privacy of such woman shall be punished with simple imprisonment for a term of 3 years. എന്ന് പറയുമ്പോൾ അൻസിബ കേൾക്കാൻ വേണ്ടി തന്നെയാണ് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അൻസിബയെ കുറിച്ച് ഇങ്ങനെ വേറെ ഒരു പുരുഷനുമായിട്ട് കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ അൻസിബയെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ 79 എന്തായാലും അട്രാക്ട് ചെയ്യും. അത് കൂടാണ്ട് ഇന്റിമിഡേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. 351(3) വരുന്നുണ്ട്. അത് 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ആ ക്രിമിനൽ ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തും, അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യും, നിന്റെ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യും. ഇതൊന്നും മാത്രമല്ല ക്രിമിനൽ ഇന്റിമിഡേഷൻ വരുന്നത്. ക്രിമിനൽ ഇന്റിമിഡേഷൻ ഒരു സ്ത്രീയുടെ ചാസ്റ്റിറ്റിയെ കുറിച്ച് അലിഗേഷൻസ് ഉന്നയിക്കുന്നതും ഒരു ക്രിമിനൽ ഇന്റിമിഡേഷനാണ്. അവര് ചാസ്റ്റിറ്റിയെ കുറിച്ച് പരസ്യമായിട്ട് വന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു ക്രിമിനലി ഇന്റിമിഡേറ്റ് ആൻഡ് സൈലൻസ്. സിനിമാ ഫീൽഡിൽ ഇന്ന് നടക്കുന്ന വിവാദങ്ങളെ കുറിച്ച് അവർ സംസാരിക്കാതെ അവര് സൈലന്റ് ആക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഏത് മേഖലയിലാണെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് ആ സ്ത്രീ ഇമ്മോറൽ ആണെന്ന് പറഞ്ഞാലാണ് സ്ത്രീകളെ ഇഫക്റ്റീവായിട്ട് സൈലൻസ് ചെയ്യുക. ഏത് സ്ത്രീ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിൽ വന്നാലും ആ സ്ത്രീയെ കുറിച്ച് ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ ആ സ്ത്രീ അങ്ങ് സൈലന്റ് ആയിപ്പോകും. അപ്പൊ അതൊരു ക്രിമിനൽ ഇന്റിമിഡേഷൻ ആണ്. 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. 79 എന്ന് പറയുന്ന കോഗ്നൈസബിൾ ഒഫൻസിന്റെ കൂടെ 351(3) അതേപോലെ തന്നെ 356 ഡിഫമേഷനും ചാർജ് ചെയ്യാൻ നോക്കും. കാരണം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നോൺ കോഗ്നൈസബിൾ ഒഫൻസസും കൂടെ ചാർജ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് പോലീസിന് ഇതിനകത്ത് FIR ഇടാൻ നോക്കും. പിന്നെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഈ അൻസിബയുടെ പുറകെ കൂടെ ജിഹാദീസ് ഉണ്ടെന്ന് പറയുന്നു. അതെ, പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആണ്. പബ്ലിക് മിസ്റ്റിഫ് ആണത്. അത് 353 BNS ആണ്. അത് 2 വിഭാഗം ആളുകളെ തമ്മിൽ, മതവിഭാഗം ആളുകൾ തമ്മിൽ എനിമിറ്റി ഉണ്ടാക്കാനും, ഈ അൻസിബ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ഇവിടുത്തെ മെജോറിറ്റി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അപ്പൊ 353 BNSും അതിൽ അട്രാക്റ്റഡ് ആണ്. അതായത് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിന്റെ അർത്ഥം. ഇപ്പോൾ ജിഹാദി എന്ന് പറയുന്നത് മുസ്ലിം തീവ്രവാദം എന്നാണല്ലോ അതിന് പൊതുവെ ഉള്ള ഒരു ധാരണ. ജിഹാദ് എന്ന് പറയുന്ന വാക്ക് അതിന്റെ ശരിക്കുള്ള അർത്ഥത്തിൽ നിന്നും വളച്ചൊടിച്ച് വെച്ചിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത് ജിഹാദി എന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദികൾ എന്നുള്ളതാണ്. അപ്പൊ അവരാണ് അൻസിബയുടെ പുറകിൽ എന്ന് പറയുമ്പോൾ മുസ്ലിം തീവ്രവാദികൾ അൻസിബയുടെ പുറകിൽ ഉണ്ടെന്നുള്ളത് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അത് ഹൈന്ദവ സമൂഹവും മറ്റ് സമൂഹത്തിൽപ്പെട്ട ആളുകളും ഇവർക്കെതിരെ തിരിയണം. ആ ഉദ്ദേശത്തിലാണല്ലോ അങ്ങനെ പറയുന്നത്. മാത്രമല്ല ഒരാളുടെ പുറകിൽ ജിഹാദികളുണ്ട് എന്ന് വേറെ ഒരാൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് അത് അന്വേഷിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് തീവ്രവാദം വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെമ്പാടും. അപ്പോൾ ഈ ആരോപണം ജിഹാദി എന്ന്, അല്ലെങ്കിൽ ജിഹാദികൾ പുറകിലുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ വിളിച്ച് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ് എന്ന് അന്വേഷിക്കണം. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് നടപടിയെടുക്കണം. അൻസിബയുടെ പുറകിൽ ജിഹാദികൾ ഉണ്ടെങ്കിൽ ആ ജിഹാദികൾ ഉണ്ടെന്ന് ഇൻഫർമേഷൻ ഉള്ള ആളുകൾ പരസ്യമായി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തി ആ പറഞ്ഞിട്ടുള്ള ആളുകളെ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല. വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അവരുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, എങ്ങനെയാണ്. ചിലപ്പോൾ ഇനി അങ്ങനെ ആണെങ്കിൽ അത് അന്വേഷിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും അടക്കം ജീവൻ
ബാധിക്കുന്ന കാര്യമല്ലേ ജിഹാദികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതെ തീർച്ചയായും. നമ്മളിപ്പോ ജിഹാദികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ടെററിസ്റ്റിനെ അല്ലേ. അപ്പൊ അങ്ങനെ കുറച്ചു പേര് ഒരാളുടെ പുറകിൽ ടെററിസ്റ്റ് ഉണ്ട് എന്ന് വേറെ ഒരാൾ ആരോപിക്കുകയാണെങ്കിൽ ആ ആരോപണം ശരിയാണോ എന്ന് അന്വേഷിക്കണം. ശരിയാണെങ്കിൽ നടപടി. സമൂഹത്തിൽ ഇത്തരം അലാം സൃഷ്ടിക്കുന്ന ആരോപണങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികൾക്കെതിരെ ഞാൻ ഈ പറഞ്ഞ നിയമവകുപ്പ് അനുസരിച്ച് നടപടിയെടുക്കും. അതായത് സാർ പറയുന്നത് ഇപ്പോ ഇത്രയും വകുപ്പുകൾ മറ്റേതിൽ അട്രാക്ട് ചെയ്യും എന്നതിനപ്പുറത്തേക്ക് അൻസിബ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണക്കിലെടുത്തുകൊണ്ട് പോലീസിന് സ്വമേധയാ അന്വേഷണം നടത്താനുള്ള റൈറ്റ് ഉണ്ടെന്നാണോ? റൈറ്റ് ഉണ്ടെന്നല്ല, ഞാൻ ആവശ്യപ്പെടുകയാണ് അടിയന്തരമായിട്ട് പോലീസ് ഇതിൽ അന്വേഷിക്കുന്നത്. കാരണം എന്റെ ജീവനും അണ്ടർ ത്രെറ്റ് അല്ലേ. എന്റെയും ഐശ്വര്യയുടെയും ജീവൻ അണ്ടർ ത്രെറ്റ് ആണ്. ഇത് ലക്ഷ്മിപ്രിയ മാത്രം പറഞ്ഞു എന്നുള്ളതല്ല, മറ്റു പലരും പറയും. അതെ അതെ. അപ്പൊ അങ്ങനെ ജിഹാദികൾ ഉണ്ടെന്ന് ഇവർക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്? ഇവരുടെ ഇൻഫർമേഷൻ ശരിക്കുള്ള ഇൻഫർമേഷൻ ആണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും അൻസിബയ്ക്കെതിരെയും അൻസിബയുടെ പുറകിലുള്ള ജിഹാദികൾക്കെതിരെയും പോലീസ് അടിയന്തരമായിട്ട് നടപടിയെടുക്കണം. എങ്കിലല്ലേ നമ്മളൊക്കെ സുരക്ഷിതരാകുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണം. തീർച്ചയായും. ഒരിക്കലും എന്നെയോ നിങ്ങളെയോ ഭയപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിക്കെതിരെ ഇതുപോലത്തെ ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ആരോപണം ഇനി സമൂഹത്തിൽ ആരും ആർക്കും എതിരെ ഉന്നയിക്കാൻ പാടില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് അതാണ്. അൻസിബയുടെ പുറകിൽ ജിഹാദികൾ ഉണ്ടെങ്കിൽ അത് ആ ജിഹാദികളെയും അൻസിബയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. മറിച്ച് അൻസിബയുടെ കൂടെ ജിഹാദികൾ ഇല്ലെങ്കിൽ വ്യാജമായ ഇത്തരം ആരോപണങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ കർക്കശമായ നടപടിയെടുക്കും. തീർച്ചയായും സർ. അതിന് ഒരു വ്യക്തമായ പരാതിക്കാരൻ ഉണ്ടാകണം എന്നുണ്ടോ ഈ വിഷയത്തില്? പരാതിക്കാരൻ വേണ്ട കാര്യമില്ല. ജിഹാദ് എന്ന്, ഈ ടെററിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ. പോലീസ് സോമോട്ടോ കേസെടുക്കണം. പോലീസ് നമ്മളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനായിട്ട് സർക്കാർ ശമ്പളം കൊടുത്ത് നിയോഗിച്ചിരിക്കുന്ന സേനയാണ് പോലീസ്. സിറ്റിസൺസിന് സംരക്ഷണം തരണം. അപ്പൊ അവരിങ്ങനത്തെ ഇൻഫർമേഷൻ ഫോളോ അപ്പ് ചെയ്യണ്ടേ? ഉറപ്പായിട്ടും സാർ. അതേ ഇൻഡസ്ട്രിയിൽ അൻസിബയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ പറയുന്നു അൻസിബയുടെ പുറകിൽ ജിഹാദികൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ആ ജിഹാദികളെ ഉടനെ അറസ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും ഭീഷണിയായി. അതെ തീർച്ചയായിട്ടും. അല്ല, ഇത് ചിരിക്കാനുള്ള കാര്യമല്ല. എനിക്ക് മനസ്സിലാവുന്നു സാർ, മനസ്സിലാവും. നിസാരവൽക്കരിക്കാനോ ചിരിക്കാനോ ഉള്ള കാര്യമല്ല ശ്രീമതി ഐശ്വര്യ ഞാൻ ഈ പറയുന്നത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് അന്വേഷിക്കണം. പോലീസ് നമ്മൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഇത് വ്യാജ പ്രചരണമാണ് എന്ന് കണ്ടെത്തിയാൽ അത്തരം വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നടപടിയും സ്വീകരിക്കും. രണ്ടും വേണം. മറിച്ച് ഈ ആരോപണം ശരിയാണെങ്കിൽ അൻസിബയ്ക്കും അൻസിബയുടെ കൂടെയുള്ള ജിഹാദികൾ ഉണ്ടെങ്കിൽ അവർക്കും എതിരെ നടപടിയെടുക്കുക. ആരോപണം വ്യാജമാണെങ്കിൽ ഈ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുക. തീർച്ചയായിട്ടും സാർ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, ആദ്യം പറഞ്ഞ ആ പരാതി അവർക്ക് എടുക്കാൻ സാധിക്കില്ല, എഫ്ഐആർ ഇടാൻ സാധിക്കില്ല എന്ന് പലവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഒരു പക്ഷേ അൻസിബ കൊടുത്ത പരാതിയിലെ വ്യക്തത കുറവ് കൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. സാറ് പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പരാതി കാണാതെ നമുക്ക് പറയാൻ ഒക്കില്ല. അൻസിബയ്ക്ക് ഇപ്പോൾ അങ്ങനെ പോലീസ് ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം പോലീസിന്റെ അടുത്ത് ഇൻ റൈറ്റിംഗ് എഴുതി തരാൻ പറയുക, എന്റെ പരാതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ കേസ് എടുക്കുന്നില്ല.
നമ്മൾ ഒരാള് FIR രജിസ്റ്റർ ചെയ്യാൻ ഒരു കോഗ്നൈസിബിൾ ഒഫൻസ് ഉണ്ട്, FIR രജിസ്റ്റർ ചെയ്യണം എന്ന് പോലീസിന് റിക്വസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുത്താൽ പോലീസ് ചെയ്യുന്നത്, പോലീസിന് ഈ 3 വർഷവും 7 വർഷത്തിനും ഇടയ്ക്കുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ പോലീസിന് ഒരു പ്രിലിമിനറി എൻക്വയറി സീനിയർ ഓഫീസേഴ്സിന്റെ പെർമിഷനോടുകൂടി കണ്ടക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോഗ്നൈസബിൾ ഒഫൻസിന്റെ ഇൻഗ്രീഡിയന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലീസിന് സംശയം ഉണ്ടെങ്കിൽ ലളിതകുമാരി ജഡ്ജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു എൻക്വയറി കമ്മിറ്റി കണ്ടക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പോലീസ് എഴുതി കൊടുക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ പരാതിയിൽ FIR ഇട്ടിട്ടില്ല. ഇപ്പൊ പോലീസ് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അൻസിബയ്ക്ക് തീർച്ചയായിട്ടും ആ ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറോ SP-ക്കോ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, അടിയന്തരമായിട്ട് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു പരാതി എഴുതി കൊടുക്കാം. എന്നിട്ട് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അൻസിബയ്ക്ക് 175(3) അനുസരിച്ചിട്ട് കോടതിയെ സമീപിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ SS 175(3) അനുസരിച്ച് സമീപിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് BNSS 223 വെച്ചിട്ട് കോടതിയിൽ സമീപിക്കാം. തീർച്ചയായും സാർ പറയുന്നതിന്റെ അതെ എന്തോ സാറ് പറയുന്നതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിനും അപ്പുറത്തേക്കുള്ള നിയമവശങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ആ കുട്ടിയുടെ നിയമ പരിജ്ഞാനം ഇല്ലായ്മയാകാം, അല്ലെങ്കിൽ അവരുടെ ലീഗൽ ടീമിന്റെ ഒരു എവിടെയോ പാളിച്ച പറ്റിയതായിരിക്കാം. അല്ല, ലീഗൽ ടീമിന്റെ ആണോ അതോ അവര് സ്വമേധയാ 175(3) അനുസരിച്ചിട്ട് അവർക്ക് മജിസ്ട്രേറ്റിനെ സമീപിക്കണമെങ്കിൽ ആദ്യം SP-യുടെ അടുത്ത് പോകണം പരാതി. 175(3) BNSS അനുസരിച്ചിട്ട് പോകണമെങ്കിൽ SP-യുടെ മുമ്പിൽ പരാതി കൊടുക്കാതെ പോകാനൊക്കില്ല. ഒരു റീസണബിൾ പീരീഡ് വെയിറ്റ് ചെയ്യണം, സേ 7 to 10 days. ഇതിന് കൂടെ സൈബർ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മിനിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ BNSS 23 അനുസരിച്ചിട്ട് അവർക്ക് നേരിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റിനും പോകാം. ഓക്കെ സാർ, ഇവിടെ സൈബർ മീഡിയ വഴിയാണ് ഇത്തരത്തിലൊരു അറ്റാക്ക് ഇവർക്കെതിരെ സംഭവിച്ചിരിക്കുന്നത്. ക്യാൻ മീഡിയ എന്ന് പറയുന്ന മീഡിയ വഴി നടത്തിയ അഭിമുഖത്തിലാണല്ലോ ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. IT ആക്ട് അപ്പൊ അതില് ഇപ്പോ ഇതാണ് സോഷ്യൽ മീഡിയ ഒരു ചാനലാണത്, യൂട്യൂബ് ചാനലാണ്. അപ്പൊ അതിലൂടെ പുറത്ത് വന്നത് കൊണ്ട് IT ആക്ട് അതില് അട്രാക്ട് ആവില്ലേ? ഞാൻ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരല്ലല്ലോ ഇത് പറയുന്നത്, ഇത് ക്യാൻ മീഡിയയുടെ ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, ഐശ്വര്യ പറയുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എന്താണ് ശ്രീമതി ലക്ഷ്മിപ്രിയ അല്ലേ? ലക്ഷ്മിപ്രിയ, അതെ. അവരിത് ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ്. അതിന് ക്യാൻ മീഡിയക്കെതിരെ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ക്യാൻ മീഡിയയിലെ അവതാരകൻ അതനുസരിച്ചിട്ട് സംസാരിക്കണം. ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ ഒരു ഇന്റർവ്യൂ കൊടുത്താൽ ആ ഇന്റർവ്യൂവിൽ എന്തെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസോ ഉള്ള കാര്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് അത് സംപ്രേഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ അഭിമുഖത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ കേസിൽ ഐശ്വര്യയെ കൂടെ പ്രതി ചേർക്കാൻ പറ്റൂലല്ലോ, എന്നെ ചേർക്കേണ്ട. പക്ഷെ നമ്മുടെ കഴിഞ്ഞ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്, കഴിഞ്ഞ കാലത്ത് ക്രൈമിനെതിരെ വന്ന പല കേസുകളും ഇതുപോലെ PC ജോർജുമായിട്ട് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പേരിലും PC ജോർജിന്റെ ചില പരാമർശങ്ങളുടെ പേരിലും വന്ന കേസില് ഈ പറയുന്ന ക്രൈം നന്ദകുമാറിനടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. അത് ക്രൈം നന്ദകുമാറിന്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള പല കേസുകളും തെറ്റായിട്ടുള്ള കേസുകളാണ്. അങ്ങനെ തെറ്റായിട്ട് കേസെടുത്തിട്ടുള്ള പോലീസുകാർക്കെതിരെ അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിക്കണം. ഇത് ആര് ഭരിച്ചാലും പോലീസ് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെ, തീർച്ചയായും. അതിനകത്ത് മീഡിയ എന്തെങ്കിലും ഇപ്പം ക്രൈം നന്ദകുമാർ അതിനകത്ത് കയറി വല്ല കമന്റ്സ് പറയുകയോ അല്ലെങ്കിൽ ഐശ്വര്യ പറയുകയോ ചെയ്താൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാം. ഇപ്പൊ നമ്മൾ തമ്മിൽ നടത്തുന്ന ഈ ഒരു അഭിമുഖത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കുറിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കണം എന്ന് പറയാൻ
പറ്റും ന്യായം. പക്ഷെ ഐശ്വര്യക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നത് അത് നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കില്ല. അതേപോലെ തന്നെയാണ് ക്രൈം നന്ദകുമാറിനെതിരെയുള്ള കേസുകൾ നിലനിൽക്കത്തില്ല. അതെ, തീർച്ചയായും മനസ്സിലാവുന്നു സാർ. പക്ഷെ അവിടെ വെച്ച് നിർത്തരുത്. അങ്ങനെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ തിരിച്ച് കേസ് കൊടുക്കാൻ നിയമത്തിൽ വകുപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ്. ചെയ്തു കഴിഞ്ഞാൽ 2-3 കേസുകളിൽ പോലീസുകാർക്ക് കോടതിയിൽ നിന്നും ശിക്ഷ കിട്ടുമ്പോൾ പിന്നെ വേറെ പോലീസുകാർ അങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഒരാൾക്കെതിരെ വ്യാജ കേസ് എടുക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അതെ, ഓക്കെ സാർ, മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും സാർ. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ.